മേരി ടീച്ചർ, ഇവിടെ 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 അമേരിക്കയുടെ ഒരു ട്രഷറി സെക്രട്ടറി ഉളുപ്പില്ലാതെ പറഞ്ഞ് നമ്മൾ കേട്ടാണ്. ആ വാക്ക് എന്നോട് ക്ഷമിക്കണം. അദ്ദേഹം വാർത്താ ചാനൽ എന്ന് പറയുകയാണ്, അവിടുത്തെ ചാനൽ എന്ന് പറയുകയാണ്, ഞങ്ങൾ ഇന്ത്യയിലെ കൂട്ടുകാരോട് പറഞ്ഞു കുറച്ച് റഷ്യ എണ്ണ മേടിച്ച് പ്രശ്നം പരിഹരിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ റഷ്യ എണ്ണ മേടിച്ചു. ഇപ്പോൾ ഞങ്ങൾ പറയുമ്പോൾ അവർ നിർത്തും. എന്നിട്ട് ഈ പറയുന്ന ഞങ്ങൾ അനുവാദം കൊടുത്തു എന്നൊക്കെ ഇട്ട് ഈ പറയുന്ന എന്താണ് അറിയിപ്പ് പോലെ ഒരു അനുവാദം ഔദാര്യം പോലെ തന്നാണ്. ദൗർഭാഗ്യവശാൽ നിങ്ങളുടെ ഔദാര്യത്തിൻ്റെ കാര്യം ഞങ്ങൾക്കില്ല എന്ന് രണ്ടുപേരും ഇതുവരെ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. പോട്ടെ, ഉണ്ടാവുന്നേ പ്രതീക്ഷിക്കാം. മേരി ടീച്ചർ, ഇവിടെ കുവൈറ്റ് ഓയിൽ പ്രൊഡക്ഷൻ കട്ട് ചെയ്യുന്നു, ഖത്തർ LPG നിർത്തുന്നു. 2019 സൗദിയുടെ ഓയിൽ പ്രൊഡക്ഷൻ ആക്രമിച്ച് ഒറ്റയാഴ്ച കൊണ്ട് പകുതിയാക്കിയ ഹൂത്തികൾ ഇറാൻ സ്ക്വാഡിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന ഇന്ന് അറിയിച്ചിരിക്കുന്നു. ഇപ്പോൾ അബ്ബാസ് അറാഖ്ചി പറയുന്നത് ഞങ്ങൾ ഈ പറയുന്ന അയൽ രാജ്യങ്ങളെ ആക്രമിച്ചതിന് സോറി എന്നൊക്കെ പറഞ്ഞാലും ആ സോറി അങ്ങനെ മുഖവിലക്കെടുക്കാൻ പറ്റാത്തതിന് കാരണം IRGC ആണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുക, അല്ലാതെ അബ്ബാസ് അറാഖ്ചി മാത്രം വെച്ച് ആ കാര്യം നടക്കില്ല. നമ്മൾ പോകുന്ന പോക്ക് അത്ര സുഖകരമായ പോക്കല്ല എന്ന കാര്യം ഒരു തർക്കവുമില്ല മേരി ടീച്ചർ. യാതൊരു സംശയവുമില്ല ആ പറഞ്ഞ കാര്യത്തിൽ. അതായത് ഇപ്പോൾ അതായത് ഈ ട്രംപ് വന്നതിന് ശേഷം ആഗോള തലത്തിൽ സൃഷ്ടിച്ച ആഘാതങ്ങൾ ഏതൊക്കെ തരം എന്ന് നോക്കിയാൽ മാത്രം മതി. എനിക്ക് വ്യക്തിപരമായിട്ട് അയാളെ പറ്റി തോന്നുന്നത്, ബൈബിളിൽ ഒരു കഥാപാത്രമുണ്ടല്ലോ, ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ എന്താ പറയുക എല്ലാം സർവനാശവും പ്രതീക്ഷിക്കുന്ന ആൻറ്റി ക്രൈസ്റ്റ്, അന്തിക്രിസ്തു. ആ അന്തിക്രിസ്തുവിൻ്റെ ജന്മമാണ് ട്രംപിൻ്റെ ജന്മമെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം അയാളുടെ എന്താണ് പറയുക, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, മാഗ, ആ കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് അത് അയാളുടെ തന്നെ വലിപ്പം വർദ്ധിപ്പിക്കലാണ്, അയാളുടെ തന്നെ മേധാശക്തി. ഞാനൊരു അജയ്യനാണ് ആഗോള തലത്തിൽ എന്ന് ഒരു അയാളെ തന്നെ സൃഷ്ടിച്ച് പൊക്കുകയാണ്, ഈശ്വരൻ്റെ സ്ഥാനത്തേക്ക് പൊക്കുന്ന ഒരു വ്യക്തി, ഒരു വൃത്തികെട്ട വ്യക്തിയായിട്ടാണ് എനിക്ക് അയാളെ തോന്നുന്നത്. ഇതുപോലെ അമേരിക്കൻ ട്രഷറിയെ എന്താ പറയുക കുത്തുപാള എടുപ്പിക്കത്തക്ക രീതിയിൽ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ ഒന്ന് ഓർക്കണം, എന്താണ് അമേരിക്കയുടെ GDP? ലോകത്തെ ഏറ്റവും വലിയ GDP രാജ്യമാണ്. പക്ഷേ 30.62 ട്രില്യനാണ് അമേരിക്കൻ GDP. എത്രയാണ് അമേരിക്കയുടെ കടം? അമേരിക്കയുടെ കടം എന്ന് പറയുന്നത് $37.57 ട്രില്യൺ ഓർക്കണം. അതായത് അവരുടെ GDP 30.62 ട്രില്യൺ ആയിരിക്കെ അവരുടെ കടം $37.57 ട്രില്യൺ ആയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ GDPയേക്കാൾ ഉയർന്ന കടം. എന്നിട്ടും അമേരിക്കൻ ഡോളറിന് ഒരു കുഴപ്പവുമില്ല, അമേരിക്കൻ ഡോളർ സുസ്ഥിരമായിട്ട് തന്നെ നിൽക്കുകയാണ്. അതൊക്കെയാണ് ഇയാളെ അഹങ്കാരിയാക്കുന്നത്. പക്ഷേ അയാൾ ഓർക്കണം, അമേരിക്കൻ ഡോളർ 1960-കൾ മുതൽ തന്നെ വളരെ സ്ട്രോങ് ആയ, ലോകത്തെ ഏറ്റവും സ്ട്രോങ് ആയ കറൻസിയാണ്. അത് അവരുടെ GDPയുടെ വളർച്ചയും മറ്റൊരുപാട് കാരണങ്ങളും അവർ മറ്റു രാജ്യങ്ങളിൽ, അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് എന്തിനാണ് കൊണ്ടുവന്നത് നമുക്കറിയാം. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ് വാർ ഷാറ്റേഡ് ആയിരുന്ന രാജ്യങ്ങൾ, അവയുടെ റിവൈവൽ, റിക്കവറി, റീകൺസ്ട്രക്ഷൻ, ഈ 3 ആറുകൾക്ക് വേണ്ടിയാണ് യുണൈറ്റഡ് നേഷൻസ് കൊണ്ടുവന്നത്. ആ 3 കാര്യങ്ങളും ഒരു പരിധി വരെ മാത്രമേ യുണൈറ്റഡ് നേഷൻസിന് നേടിയെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ. അതായത് ആ 3R നേടി. പക്ഷെ ഇപ്പോഴും വികസ്വര രാഷ്ട്രങ്ങൾ വികസ്വരങ്ങളായി തന്നെ കഴിയുകയാണ്. അവയുടെ മേലാണ് ഇവരുടെ കുതിരകയറ്റം, ട്രംപിൻ്റെ കുതിരകയറ്റം വരുന്നത്. യൂറോപ്യൻ യൂണിയൻ ഇതിനെതിരാണ്, പക്ഷേ അവർക്കൊന്നും ശബ്ദിക്കാനുള്ള ശക്തിയില്ല. അതുകൊണ്ടാണ് ഇയാൾ ഇത്രയധികം മേൽക്കൈ എടുക്കുന്നത്. അതേ സമയത്ത് ഈ മറ്റ് ശക്തികൾ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ട്രംപിനെ ഞങ്ങൾ വീഴ്ത്തുമെന്ന് വിചാരിച്ചാൽ, പക്ഷേ ഹാഷ്മി, നമ്മൾ ഇന്ത്യയിൽ തന്നെ കണ്ടു, ഇന്നലെ വരെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇറാനിൽ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിച്ചില്ല. അവിടെയും എപ്സ്റ്റീൻ ഫയലൊക്കെയാണ് കാരണമായിട്ട് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്താണെങ്കിലും ഇറാൻ എന്നും ഇന്ത്യയുടെ എന്താ പറയുക ഒരു സുഹൃത്തായിരുന്നു. നമുക്കറിയാം, കോവിഡ് കാലത്തും അതിനുശേഷം യുക്രൈൻ വാർ തുടങ്ങിയതിന് ശേഷമൊക്കെ ഇവിടെ നമുക്ക് ഓയിൽ ക്രൈസിസ് ഉണ്ടായ സമയത്ത് ഇറാനിൽ നിന്ന് ഇറാനിയൻ കറൻസിയിലാണ്, അമേരിക്കൻ ഡോളറിലല്ല, ഇന്ത്യയിലേക്ക് നമുക്ക് വേണ്ടത്ര പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തന്നിരുന്നത്. അതും ട്രംപിനെ ചൊടിപ്പിച്ചിരുന്നു. കാരണം എല്ലാ പെട്രോളിയം ഡീലും അമേരിക്കൻ ഡോളറിൽ തന്നെ നടത്തണം. കാരണം അറ്റാദായം കിട്ടേണ്ടത് അമേരിക്കയ്ക്കാണ്. ആ ആറ്റിറ്റ്യൂഡാണ് എല്ലായ്പ്പോഴും
അമേരിക്ക കാത്തുവെച്ചിരുന്നത്. പക്ഷേ ബൈഡനെ പോലുള്ള ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ലോകത്തെ ഒരു സമചിത്തതയോടെ നോക്കിക്കാണുന്ന ഒരു അധികാരി ഒരിക്കലും ട്രംപിൻ്റെ എന്താണ് പറയുക ചിന്ത ഒരിക്കലും അയാളെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. ഇയാൾ മാത്രമാണ് അമേരിക്കൻ പ്രസിഡന്റുമാരിൽ എനിക്ക് തോന്നുന്നു ദ വേഴ്സ്റ്റ് പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ലോകം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഇയാളാണ്. നമുക്ക് വാഷിങ്ടൺ അതായത് നമുക്ക് ഏബ്രഹാം ലിങ്കണുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഈ മനുഷ്യൻ എന്ത് തരം മനുഷ്യനും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അന്തിക്രിസ്തുവിന്റെ സ്ഥാനം എന്തായാലും എബ്രഹാം ലിങ്കണോടൊന്നും ട്രംപിന് കമ്പാരിസൺ ടീച്ചർ ഒരു കമ്പാരിസണും ഇല്ല. മാത്രമല്ല ടീച്ചർ പറഞ്ഞാൽ എപ്സ്റ്റീൻ ഫയലിലോട്ട് പോകുന്നത് എപ്സ്റ്റീൻ ഫയലിലോട്ട് അധികം പോരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് നമ്മൾ ഈ വൃത്തികെട്ടന്മാർ അത് ബാലപീഡനം എന്നത് മാത്രമല്ല, ഇവന്മാർ ചെയ്തു കൂട്ടിയ വൃത്തികേടുകളുടെ കഥ ആ DOJയിൽ തന്നെ എഴുതി വെച്ചു. നമുക്ക് വായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാൻ പറ്റില്ല. നമ്മുടെ അക്ഷരാർത്ഥത്തിൽ മനസാക്ഷി മനുഷ്യത്വം ഉള്ളവന്റെ ഉറക്കം പൂർണ്ണമായി കളയും തീരെ കുഞ്ഞുങ്ങളോട് ഈ വൃത്തികെട്ടന്മാർ കാട്ടിക്കൂട്ടിയ വൃത്തികേട്. പോട്ടെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.